കേരളത്തിൽ ഒരു ബിസിനസ് നടക്കൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇരിക്കാൻ എന്നുള്ള ബ്രാൻഡ് ഇപ്പൊ പൂട്ടേണ്ട അവസ്ഥ വന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എത്രയോ ആളുകൾക്ക് അതൊരു ഉപകാരമായിരുന്നു. ഞങ്ങൾ വെറുതെ തോന്നിയ പോലെ തുടങ്ങിയതല്ല. എത്രയോ പേർക്ക് അത് ഹെൽപ്ഫുൾ ആണ്. എത്രയോ ആളുകൾ നമ്മളോട് വന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. എന്താണ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി, പ്രായമുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ബീച്ചിൽ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവരില്ല. നമ്മൾ ഈ ഒരു ബിസിനസ് വന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നിലത്തിരിക്കാതെ നല്ലോണം കസേരയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കുറെ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്രയും നല്ല ഹാപ്പി ആയിട്ട് പോയതാണ്. കാരണം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ഭയങ്കര നമുക്ക് എനർജി ആയിരുന്നു വന്നിരുന്നു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, ഇതിന്റെ ആദ്യം മുതലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെന്നത് കോർപ്പറേഷനിലാണ്. കോർപ്പറേഷനിൽ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ പരിധിപ്പെട്ടതല്ല, ഇത് പോർട്ട് ഓഫീസിന്റെ പരിധിപ്പെട്ടതാണ്, നിങ്ങൾ അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നേരെ പോർട്ട് ഓഫീസിൽ പോയി. അവിടെ എനിക്ക് വേറെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരാളെയും കാണാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് നേരെ പറഞ്ഞത് പോർട്ട് ഓഫീസിന് പോയി കാണാനാണ്. എന്നിട്ട് ഞാൻ നേരെ അവിടുന്ന് കോഴിക്കോട് പോർട്ട് ഓഫീസിൽ പോയി ഞാൻ എന്റെ അപേക്ഷ കൊടുത്തു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, ആധാറിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു, എല്ലാം കൊടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അത് ബേപ്പൂരിലേക്ക് അയച്ചു. എനിക്ക് അവിടുന്ന് കോൾ വരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ബേപ്പൂര് പോയിട്ട് അവിടുത്തെ സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എന്നോട് ഒരു വർഷത്തേക്ക് അവർ ആവശ്യപ്പെട്ടത് 60,000 രൂപയാണ്. അതായത് ഒരു ചെയറിനും ഒരു മാറ്റിനും 6,000 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് 60,000 രൂപ, 10 ചെയറും 10 മാറ്റിനും. അങ്ങനെയാണ് നമ്മളോട് അവർ പേയ്മെന്റ് വന്നത്. അപ്പോൾ ആ സാറിനെ പറഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ടപ്പ് അല്ലേ, അപ്പോൾ ഒരു മാസത്തെ പേയ്മെന്റ് അടച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് പേയ്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തെ പേയ്മെന്റ് ചെയ്തു. ഞങ്ങൾ 23-ാം തീയതി KLF നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ ബിസിനസ് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഓപ്പൺ ചെയ്ത് നല്ലോണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ബേക്കിലെ കടക്കാർ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇത് ഇവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞങ്ങൾ പേയ്മെന്റ് ഒക്കെ ഉണ്ട്, ലൈസൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് ഇവിടെ ഇടാൻ പറ്റില്ല, ഇത് ഇങ്ങോട്ടേക്കും മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവരായിട്ട് പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി സ്റ്റേജിന്റെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടിട്ടു. അപ്പൊ നമ്മളെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീഡിയോസിലൊക്കെ വൈറലായത് ആകാശവാണിയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും അവിടെ വന്നിട്ട് തിരിച്ചു പോവാണ്. കുറെ ആളുകൾക്ക് കിട്ടുന്നില്ല, മെസ്സേജ് അയക്കുകയാണ്, കോൾ വിളിക്കുകയാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും അവിടെ തന്നെ കൊണ്ടിട്ടു. അങ്ങനെ കൊണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നോമ്പൊക്കെ ഒരു കുറച്ച് തുടങ്ങിയപ്പോൾ ഹെൽത്തുകാർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ആരെ ബേക്കിലുള്ള കടക്കാരെ ഷോപ്പുകളെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹെൽത്തുകാർ വന്നപ്പോൾ അവരെ ചെക്കിങ് കഴിഞ്ഞ് അവർ നേരെ അവരെ കൂട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ ഇതിവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല, നമ്മൾ മാറ്റ് കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ട് ഫുഡിന്റെ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ള പരാതിയാണ് അവരപ്പോൾ പറഞ്ഞത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ വേസ്റ്റിന്റെ കവർ കൊടുക്കാം, ആ വേസ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് കോർപ്പറേഷന് കൊടുക്കാം, അതൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കേട്ടില്ല. അപ്പൊ പോർട്ട് ഓഫീസ് തന്ന ലൈസൻസ് അവർ പിടിച്ചു വാങ്ങിയിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, ഇത് നാളെ ഓഫീസിൽ വന്നിട്ട് വാങ്ങിക്കോ, അവിടെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സാർമാർ അങ്ങനെ പറഞ്ഞതല്ലേ, ഇത് ഇനി ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഇതിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കസ്റ്റമേഴ്സിന് കൊടുത്ത കസ്റ്റമേഴ്സിന്റെ നമുക്ക് റിട്ടേൺ വാങ്ങിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അവർ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്, അപ്പൊ വാങ്ങാനാവില്ലല്ലോ, ഞങ്ങൾ അത് ഇനി ആർക്കും കൊടുക്കുന്നില്ല, അത് കിട്ടിയിട്ട് ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞ പോലെ ഞങ്ങൾ അതെല്ലാം തിരിച്ചിട്ട് ഞങ്ങൾ വേറൊരു കസ്റ്റമറിനും കൊടുക്കാതെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഈ ഓഫീസേഴ്സിനെ പോയി കണ്ടു. അപ്പൊ അവർ പറഞ്ഞത് അതവിടെ അനുവദിക്കാൻ പറ്റൂല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആദ്യം വന്നത് കോർപ്പറേഷനിലാണ്, കോർപ്പറേഷനിൽ വന്നിട്ടാണ് ഞാൻ ഇതിന്റെ ലൈസൻസ്, കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ലീഗൽ സൈഡ് എല്ലാം ക്ലിയർ ആയിരിക്കണം എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചെന്നത് കോർപ്പറേഷനിലാണ്. പക്ഷെ അവരെ പരിധിപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നത്. അവർ പറയുന്ന ഏത് ലീഗൽ സൈഡിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ്. അപ്പൊ അവർ പറഞ്ഞത് ഇനി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സാറിന്റെ പുറകെ കുറെ നടന്നു.